ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം പാപം. റോമർ 4:15 ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു, ന്യായപ്രമാണമില്ലാത്തയിടത്ത് ലംഘനവുമില്ല. 5:13 പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. ദൈവത്തിൻ്റെ നിയമിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങളുടെ ലംഘനത്തെയാണ് സാധാരണയായി പാപമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനവും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് ലംഘനമില്ല, പാപത്തെ കണക്കിടുന്നില്ല. ആരും പാപം ചെയ്യാതിരിക്കാനായിട്ടാണ് ദൈവം പ്രമാണങ്ങളെ വെച്ചിരിക്കുന്നത്. ആകയാൽ അവയുടെ ലംഘനം പാപം തന്നെയാണ്. എബ്രായ ഗ്രീക്ക് ഭാഷകളിൽ പാപത്തിന് ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകൾ ചാറ്റ എന്നും ഹാമർട്ടിയ എന്നുമുള്ള വാക്കുകളാണ്. രണ്ടിനും ലക്ഷ്യം തെറ്റുക എന്ന് അർത്ഥമാണ്. അമ്പ് എയ്യുന്നവർ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കുവാൻ കഴിയാതെ പരാജയപ്പെടുന്നതിനെയാണിത് ചൂണ്ടിക്കാട്ടുന്നത്. ഒരാൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്നും അല്പം മാറിയാലും ലക്ഷ്യം തെറ്റിയത് തന്നെ. 3 വ്യത്യസ്തമായ പാപങ്ങളാണ് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. 1. ചുമത്തപ്പെട്ടിരിക്കുന്ന പാപം, അതായത് ആരോപിക്കപ്പെട്ടിരിക്കുന്ന പാപം. ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ ആദാമിൻ്റെ പാപത്തിൻ്റെ ഉത്തരവാദിത്തവും ശിക്ഷയും ഏറ്റെടുക്കുകയാണ്. ചുമത്തപ്പെട്ടിരിക്കുന്ന പാപം എന്നതുകൊണ്ട് ആദാമി വർഗത്തിന്മേൽ പൈതൃകമായി വന്നു ഭവിക്കുന്ന ആദി പാപം, അതായത് ജന്മപാപത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. റോമർ 5:12 ഇപ്രകാരം വായിക്കുന്നു: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണവും സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. വീണ്ടും 5:18-19 ഇങ്ങനെ കാണുന്നു: അങ്ങനെ ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയും സകല മനുഷ്യർക്കും ജീവകരമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകം പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ആദാമിൻ്റെ പാപവും ശിക്ഷാവിധിയും മനുഷ്യവർഗത്തിൻ്റെ ഓരോ അംഗങ്ങളിലും വ്യാപരിക്കുവാൻ ഇടയായി. ഇത് സംഭവിച്ചത് ഭൗമിക പിതാവിൽ കൂടെയാണെന്ന് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ യേശുക്രിസ്തുവിന് ഒരു ഭൗതിക പിതാവില്ലായിരുന്നു. അവനുണ്ടായിരുന്നത് സ്വർഗീയ പിതാവാണ്. ആയതിനാൽ ആദാമിൻ്റെ പാപം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടില്ല. 2. ജന്മസിദ്ധമായ, അതായത് അന്തർലീനമായിരിക്കുന്ന പാപം. ആരോപണത്തിന് വിധേയപ്പെട്ടതിൻ്റെ ഫലമായി സകല മനുഷ്യരിലും ജന്മസിദ്ധമായി കുടികൊള്ളുന്ന പ്രകൃതത്തെയാണ് ജന്മപാപമെന്ന് പറയുന്നത്. ഈ പാപപ്രകൃതമാണ് മനുഷ്യനെ വ്യക്തിപരമായ പാപപ്രവൃത്തിക്കായി ഉത്സാഹിപ്പിക്കുന്നത്. സർവ്വസാധാരണയായി നാം കേൾക്കുന്ന പാപപ്രകൃതം അഥവാ പഴയ മനുഷ്യൻ ഇതാണ്. ആദാമിൻ്റെ പാപം മൂലമുണ്ടായ ശിക്ഷാവിധിക്ക് മാറ്റം വന്നെങ്കിലും നമ്മുടെ ശാരീരിക മരണം വരെ പാപത്തിൻ്റെ പ്രകൃതം നമ്മിൽ അവശേഷിക്കുന്നു. റോമർ 6:6, 8:1. അപ്പോസ്തലനായ പൗലോസ് പാപപ്രകൃതവുമായുള്ള പോരാട്ടത്തിൽ തൻ്റെ സ്വന്തം അനുഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. റോമർ 7:16-18 വരെയുള്ള വചനങ്ങളാണിത്. ഈ ഭാഗത്തു നിന്ന് പൗലോസിന് നേരിട്ട ചില പരാജയങ്ങൾ അവൻ്റെ പാപപ്രകൃതം കൊണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. മാത്രവുമല്ല, ഇത് പരിശുദ്ധാത്മാവിനോടുള്ള ഒരു യുദ്ധം കൂടെയാണെന്ന് ഗലാത്യർ 5:16-17 വരെയുള്ള ഭാഗത്ത് അവൻ വ്യക്തമാക്കുന്നു. ആകയാൽ ഒരു വിശ്വാസി പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണമെന്ന്
പൗലോസ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എഫെസ്യർ 4:20-22 വരെ. വീണ്ടും ഓർക്കുക, യേശു ക്രിസ്തുവിൽ കുറ്റം ആരോപിക്കത്തക്കതിനോ ജന്മസിദ്ധമായതോ ആയ യാതൊരു പാപവും ഇല്ലായിരുന്നു. മൂന്നാമതായി, വ്യക്തിപരമായ പാപം. വ്യക്തിപരമായ പാപമെന്നാൽ ദൈവത്തിൻ്റെ അതിർ ലംഘിക്കുന്ന പ്രവൃത്തിയാണ്. നാം മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിൽ അല്ലെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന സാൻമാർഗിക നിയമങ്ങൾ ജീവിതത്തിൽ ഇപ്പോഴും വിലയുള്ളതാണ്. 1 തീമോഥെയോസ് 1:8-10 വരെയുള്ള ഭാഗത്ത് പൗലോസിൻ്റെ പ്രസ്താവന വായിക്കുക. ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കുലപാതകർ, ദുർനടപ്പുകാർ, പുരുഷ മൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്കു പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റു ഏതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. മറ്റു പാപങ്ങളെ ജഡത്തിൻ്റെ പ്രവൃത്തികളായി ഗലാത്യർ 5:19-21 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദൂഷണം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. 3 തരം വ്യക്തിപരമായ പാപങ്ങളാണ് ഈ വ്യക്തിപരമായ പാപത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതിൽ ഒന്നാമതായി മാനസിക പാപങ്ങൾ. ഒന്നാമതായി നാം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചുള്ളതാണ്. മത്തായി 5:28 യേശു പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. നമ്മുടെ മനസ്സിലും ചിന്തയിലും പാപം കടന്നു വരാം. അവ വിശുദ്ധ ചിന്തകളല്ലാത്തതിനാലാണ് പാപമാകുന്നത്. എന്തെന്നാൽ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധന്മാരായിരിക്കണമെന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്. 1 പത്രോസ് 1:16. മോശയുടെ പ്രമാണത്തിലെ 10ാമത്തെ കൽപ്പനയായ മോഹിക്കരുത് എന്ന നിയമം മനസ്സിൻ്റെ പാപത്തെയാണ് കാണിക്കുന്നത്. പുറപ്പാട് 20:17. മനസ്സിൻ്റെ പാപവും മറ്റു പാപങ്ങളെപ്പോലെ സ്നേഹത്തിൻ്റെ നിയമത്തെ ലംഘിക്കുന്നതാണ്. യാക്കോബ് 2:8-9 വരെയുള്ള ഭാഗത്ത് ഭാഗികമായി ഇതിനൊരു ഉദാഹരണമുണ്ട്. എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായ പ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായപ്രമാണത്താൽ അറിയുന്നു. മാനസിക പാപം പ്രത്യക്ഷ പ്രവൃത്തികളാൽ വെളിപ്പെട്ടു വരും. അതിൽ രണ്ടാമത് നാവിൻ്റെ പാപങ്ങൾ. രണ്ടാമത്തെ വ്യക്തിപരമായ പാപം നമ്മുടെ സംസാരത്തിലൂടെയാണ്. നാവിൻ്റെ ദോഷത്തെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരു നീണ്ട ഖണ്ഡിക തന്നെ കൊടുത്തിട്ടുണ്ട്. 3-3 അധ്യായം 1-10 വരെയുള്ള വചനങ്ങൾ. 9ാം കൽപ്പനയിലും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. പുറപ്പാട് 20:16. സാത്താൻ, അതായത് എതിരാളി എന്ന പിശാച് ആണ് മറ്റുള്ളവർക്കെതിരായി നാവുകൊണ്ട് പാപം ചെയ്യിക്കുന്നതിൻ്റെ പ്രമാണി. നാവുകൊണ്ടുള്ള പാപത്തിൻ്റെ സ്വഭാവം ദൈവസ്നേഹത്തിലും പരസ്പര സ്നേഹത്തിലും പറയേണ്ടിയിരിക്കുന്നത് പറയാതെ അസത്യമായത് പറയുക എന്നതാണ്. മൂന്നാമതായി പരസ്യമായ പാപങ്ങൾ. മൂന്നാമത്തെയും അവസാനത്തെയുമായ വ്യക്തിഗത പാപം ഒരുവൻ്റെ പ്രവൃത്തിയാണ്. ഈ മനഃപൂർവ്വ പ്രവൃത്തിയുടെ 3 ഉദാഹരണങ്ങൾ
6, 7, 8 എന്നീ കൽപ്പനകളിൽ തന്നിട്ടുണ്ട്. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. യാക്കോബ് 4:17 നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. മിക്കവാറും പാപങ്ങൾ നാം ചിന്തിച്ചതായ 3 തരങ്ങളിലും പെടുന്നവയായിരിക്കും. കുലപാതകത്തെക്കുറിച്ചും യേശു പറഞ്ഞത് അത് മനസ്സിലും നാവിനാലും പ്രവൃത്തിയാലും പൂർത്തീകരിക്കപ്പെടുന്നു എന്നാണ്. മത്തായി 5:21 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ. യേശു ക്രിസ്തു ഒരിക്കലും ഈ വക വ്യക്തിപരമായ പാപങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. 1 പത്രോസ് 2:22. ആമേൻ.